ഗുഡ് ആഫ്റ്റർനൂൺ. ഐ ഡോണ്ട് നോ വാട്ട് ഐ എം മിസ്സിംഗ്. ഞാൻ ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 884 മീറ്റർ ഉയരമുള്ള മുല്ലപ്പെരിയാർ ഡാം ചൈനീസ് കപ്പൽ നിന്നുള്ള ക്ലൗഡ് സീഡിംഗ് പ്രളയത്തിൽ തകർന്നാൽ അതിനെ തുടർന്ന് ഭൂകമ്പം ഉണ്ടാവും, സുനാമി ഉണ്ടാവും. ഇന്തോനേഷ്യയിൽ 2004 ഡിസംബർ 26 ഒരു ചെറിയ സുനാമി 30 മീറ്റർ ഉയരത്തിലുണ്ടായപ്പോൾ 24 രാജ്യങ്ങളിൽ നിന്ന് 3 ലക്ഷം ആൾക്കാരാണ് മരിച്ചത്. പക്ഷേ 884 മീറ്റർ ഉയരമുള്ള മുല്ലപ്പെരിയാർ ഡാം തകർന്നുണ്ടാകുന്ന സുനാമിൽ ഏഷ്യയിലെ 34 കടൽത്തീര രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ 12 കടൽത്തീര രാജ്യങ്ങൾ, ഇന്ത്യയിലെ 12 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ 444 കോടി ജനങ്ങൾ ജലസമാധിയാകും. രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ, ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. രണ്ടാമത്തെ കാര്യം മൈസെൽഫ് അഭിലാഷ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാം എന്താ പറയുക തകർന്നു കഴിഞ്ഞാൽ 2000 ഡിസംബർ 12 മേലുകാവ് ഇടുക്കിയിലുണ്ടായ ഭൂകമ്പം മുതൽ ഇന്ന് വരെ 2000-ൽ പരം റെഡ് അലേർട്ടിൽ നിന്ന് ഞാൻ ഔദ്യോഗികമായി രക്ഷിച്ചു കഴിഞ്ഞു. ഇതിനു മുന്നേ വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഔദ്യോഗികമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ 19 വരുന്നതിന് മുന്നേ നമ്മൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് ഔദ്യോഗികമായിട്ട് മുന്നറിയിപ്പ് ഇമെയിൽ വഴി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് പറഞ്ഞിട്ട് കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയൊക്കെ ആണെങ്കിൽ ഹൈക്കോടതി വരെ വെള്ളത്തിൽ പോകും. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങൾ പോസ്റ്റ് ഇട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ശ്രദ്ധയ്ക്ക് ഇത് ശ്രീപത്മനാഭന്റെ രാജ്യം, നമ്മുടെ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്, ഞാനാണ് വൺ ആൻഡ് ഓൺലി ഗോഡ്. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ ശ്രദ്ധയ്ക്ക് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സോളാർ കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇന്റർനെറ്റ് കാണത്തില്ല. പിന്നെ എന്തോന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ എന്തെങ്കിലും എടുക്കുന്നുള്ളത് ഒക്കെ വിരട്ടലൊക്കെ കോടതിയുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. നമ്മൾ പറയാനുള്ളത് പറയും. കോടതിയൊക്കെ എന്ത് കോടതി, ഏത് കോടതി? ഞാനാണ് ഇവിടുത്തെ മെയിൻ സുപ്രീം കോടതി. അതായത് നാളെ ഇവിടെ ഇന്ത്യ ഉണ്ടാവണോ, ഏഷ്യ ഉണ്ടാവണോ, കേരളം ഉണ്ടാവണോ തീരുമാനിക്കണോ, മുല്ലപ്പെരിയാർ ഉണ്ടാവണോ തീരുമാനിക്കുന്നത് ഞാനാണ്. മനസ്സിലായോ? അതായത് ഞാൻ എഴുന്നേറ്റ് രാവിലെ വന്ന് സൂര്യനെ ഉദിപ്പിച്ചാൽ മാത്രമേ നീയൊക്കെ സൂര്യപ്രകാശം പോലും കാണത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഐ ആം ദ ബോസ്.